ഫഅൻസാഹും അൻഫുസഹും, അവരുടെ നഫ്സുകളെ അല്ലാഹു അവർക്കങ്ങ് മറപ്പിച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എനിക്ക് അല്ലാഹുവിനെ ഓർക്കാൻ സമയമില്ലെങ്കിൽ എന്നെ തന്നെ ഓർക്കാൻ അല്ലാഹു എനിക്ക് ഓർമ്മ തരില്ല, എനിക്ക് എന്നെ ഓർമ്മ ഉണ്ടാവില്ല. എൻ്റെ കുടുംബം, എൻ്റെ നാട്, എൻ്റെ നാടിൻ്റെ നന്മ, മക്കളെ കുറിച്ച് ഒന്നും ആലോചിക്കാൻ അവന് സമയമില്ല. ഫഅൻസാഹും അൻഫുസഹും. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് ഫാസിഖീങ്ങൾ. അത്തരം ആളുകളാണ് ഫാസിഖീങ്ങൾ, അവരാണ് തോന്നിവാസികൾ, അവരാണ് തെമ്മാടി. ആര്? അല്ലാഹുവിനെ മറന്നുപോയവരാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ അല്ലാഹുവിനെ മറക്കാൻ പാടില്ല. ആരാണ് അല്ലാഹു? ആരാണ് അല്ലാഹു? നമ്മൾ നേരം പുലരുവോളം പറഞ്ഞാൽ അവസാനിക്കുമോ? ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നത് വരെ പറഞ്ഞാൽ തീരുമോ? ആരാണ് അല്ലാഹു? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുന്നവരാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു, ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആരാണ് എൻ്റെ റബ്ബ്? അവൻ റഹ്മാനാണ്. പിന്നെയോ അർ-റഹീം, അവൻ റഹീമാണ്. അറ്റമില്ലാതെ കരുണ ചെയ്യുന്നവനാണ് എൻ്റെ പടച്ചവൻ. പാരത്രിക ലോകത്ത് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട് തൻ്റെ അടിമകളെ സന്തോഷിപ്പിക്കുന്നവനാണ് എൻ്റെ റബ്ബ്. പിന്നെയോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഒരൽഹംദുലില്ലയുടെ വില എത്രയാണെന്നറിയോ? ഒരൽഹംദുലില്ലയുടെ വില എത്രയാണ്? നമ്മളൊക്കെ ധാരാളം അൽഹംദുലില്ല വർദ്ധിപ്പിക്കേണ്ടവരാണ്. ഓരോ അനുഗ്രഹങ്ങളും ഇപ്പൊ നിങ്ങളുടെ കരങ്ങളിലേക്ക് നല്ല ശുദ്ധജലം എത്തിച്ചു തന്നു സംഘാടകർ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഉറവയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന വെള്ളം വറ്റിപ്പോയാൽ നിങ്ങൾക്ക് ആര് കൊണ്ടുവന്നു തരും പച്ചവെള്ളം എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഖുൽ നബിയേ, തങ്ങളവരോട് പറയണം. എന്താ പറയേണ്ടത്? അറഅയ്തും, നല്ല മനുഷ്യന്മാരെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ ജലസ്രോതസ്സുകളൊക്കെ വറ്റിപ്പോയി, ഒരു തുള്ളി വെള്ളം കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ കടന്നു വന്നാൽ ഫമൻ യഅതീകും, ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരിക? ബിമാഇൻ മഈൻ, ഉറവയിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന വെള്ളം നിങ്ങൾക്ക് ആരാണ് കൊണ്ടുവന്നു തരികയെന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്ക് നബിയേ. ആ ചോദ്യത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിനല്ലാതെ സാധ്യമാണോ? ആരാണ് അല്ലാഹു? അവൻ സർവലോക പരിപാലകനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ലോകത്താദ്യമായി ഒരു മനുഷ്യന് ഉരുവിട്ട ദിക്റാണ് അൽഹംദുലില്ലാഹ്. ആദ്യമായി ഒരു മനുഷ്യൻ ഉരുവിട്ട ദിക്റാണ് അൽഹംദുലില്ലാഹ്. മാത്രമല്ല, ഒരു മുഅ്മിനായ മനുഷ്യന് അവസാനമായിട്ട് ഉരുവിടാനുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹ്. സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കാറുണ്ടോ? ഭക്ഷണം കഴിച്ചെഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ ആലോചിക്കാറുണ്ടോ ഈ ദിക്റിനെ കുറിച്ച്? ആദ്യമായി ഒരു മനുഷ്യൻ ഉരുവിടുന്ന ദിക്ർ അൽഹംദുലില്ലാഹ്. ആരാണ് ഒന്നാമത്തെ മനുഷ്യൻ? മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിന് റൂഹ് നൽകപ്പെട്ട ഉടനെ കിതാബുകളിൽ കാണാം, മഹാനവർകളൊന്ന് തുമ്മി എന്നാണ്.
മഹാനവർകൾ തുമ്മിയപ്പോ യജമാനനായ റബ്ബ് പറഞ്ഞു ഖുലിൽ ഹംദുലില്ലാഹ്. ആദം നബിയെ ഉടനെ പറഞ്ഞേക്കണേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞേക്കൂ. മഹാനവർകൾ ഉടനെ തന്നെ പറഞ്ഞു അൽഹംദുലില്ലാഹ്. അതാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു മനുഷ്യന് അവസാനം ചൊല്ലാനുള്ള ദിക്ർ അതും അൽഹംദുലില്ലയാണ്. എവിടെ വെച്ചാണ് ചൊല്ലേണ്ടത്? സ്വർഗ്ഗലോകത്ത് മുഅ്മിനീങ്ങൾ എത്തിയാൽ ഖുർആൻ പറയുന്നു വതഹിയ്യതുഹും ഫിഹാ സലാം വആഖിറു ദഅവാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വതഹിയ്യതുഹും ഫിഹാ സലാം. സ്വർഗ്ഗലോകത്ത് വെച്ചുകൊണ്ട് വിശ്വാസികളുടെ അഭിവാദ്യം സലാം 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 എന്നായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ള അഭിവാദ്യം സലാം എന്നായിരിക്കും. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വആഖിറു ദഅവാഹും, അവരുടെ അവസാനത്തെ പ്രാർത്ഥന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നായിരിക്കും. സ്വർഗ്ഗലോകത്ത് വെച്ചുകൊണ്ട് ഏറ്റുപറയാനുള്ളതാണ് അൽഹംദുലില്ലാഹ്. അപ്പൊ സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയണം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും അല്ലാഹുവിനാണ്. ആരാണ് എൻ്റെ റബ്ബ്? റബ്ബിൽ ആലമീൻ. അവൻ ലോകങ്ങളുടെയും സംവിധായകനാണ്, സർവ്വലോകങ്ങളുടെയും പരിപാലകനാണ്, റബ്ബാണ്. റബ്ബാണ്. ഇവിടെ ലോകം എന്ന് പറഞ്ഞാൽ ഏതാണ്? നാം മനസ്സിലാക്കിയ ചുമരിൽ തൂക്കിയിട്ട മാപ്പിൽ ഒതുങ്ങിയ ലോകമാണോ ഈ ലോകം? അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിച്ചു തന്ന ഗോളത്തിൽ അടങ്ങിയതാണോ ഈ ലോകം? അല്ല. പിന്നെ ഇവിടെ പറയുന്ന ലോകം ഏതാണ്? വഹുവ കുല്ലു മൗജൂദിൻ സിവല്ലാഹ്. അല്ലാഹയല്ലാത്ത വേറെ എന്തൊക്കെ സാധന സാമഗ്രികൾ ഈ ലോകത്തുണ്ടോ അതിനെയൊക്കെയും തർബിയത്ത് നടത്തുന്നവനാണ് എൻ്റെ റബ്ബ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, ആരാണ് അല്ലാഹു? ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ സാധനങ്ങളെയും തർബിയത്ത് നടത്തുന്ന, സർവ്വ ജീവജാലങ്ങളെയും തർബിയത്ത് നടത്തുന്ന, പരിപാലിക്കുന്നവനാണ് പടച്ചതമ്പുരാൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദിന്റെ 6-ാമത്തെ ആയത്ത് ഖുർആൻ പറയുന്നു വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഈ ഭൂമിയിൽ ഒരു ജീവിയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല കേട്ടോ. ഒരൊറ്റ ജീവിയും ഇല്ല, ഒരു ജീവിയെയും അല്ലാഹു പടച്ചിട്ടില്ല. ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അതിന്റെ റിസ്ഖിന്റെ ചുമതല അല്ലാഹു ഏറ്റെടുക്കാതെ ഒരു ജീവിയെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. എങ്ങനെയെങ്കിലും അങ്ങ് വളർന്നോളുമെന്ന് കരുതിയിട്ട് അല്ലാഹു തആല ഒരു ജീവിയെയും ഈ പ്രപഞ്ചത്തിൽ പടച്ചിട്ടില്ല. ഏതൊക്കെ ജീവികളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ ആ ജീവികൾക്കൊക്കെയും അല്ലാഹു റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. കടലിൽ താമസിക്കുന്നവർക്ക് അനുയോജ്യമായ ഭക്ഷണം അവിടെ, കരയിൽ താമസിക്കുന്നവർക്ക് അവിടെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ. ചില പ്രതലങ്ങളിൽ മാത്രമേ ചില ജീവികൾ ജീവിക്കാറുള്ളൂ. കാരണം അല്ലാഹു അവർക്കുള്ള റിസ്ക് അവിടെ മാത്രമാണ് കണക്കാക്കിയിട്ടുള്ളത്. എന്തൊക്കെ രീതിയിലാണ് പടച്ചറബ് റിസ്ക് കണക്കാക്കിയത്? കടലിനുള്ളിൽ ഓളിയിടുന്ന മത്സ്യങ്ങൾക്ക്, വലിയ മത്സ്യങ്ങൾക്ക് ചെറിയ മത്സ്യം മന്നമാകുന്നു. ഭൂമിയിൽ എന്തൊക്കെ രീതിയിലുള്ള ഭക്ഷണങ്ങൾ. ലോകത്തെല്ലാവർക്കും ഒരേ ഭക്ഷണമല്ല. അമേരിക്കക്കാരന്റെ ഭക്ഷണമല്ല ഏഷ്യക്കാരൻ്റെത്. ഏഷ്യക്കാരുടെ എല്ലാവരുടെയും ഭക്ഷണം ഒരുപോലെയല്ല. ഇന്ത്യക്കാരന്റെ ഭക്ഷണമല്ല പാകിസ്ഥാൻകാരൻ്റെത്. ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെയാണോ? കേരളക്കാരന്റെ ഭക്ഷണമല്ല കർണാടകക്കാരൻ്റെത്. കേരളത്തിൽ എല്ലാവരും ഒരേ ഭക്ഷണമാണോ? അല്ലല്ലോ. കോഴിക്കോട്ടുകാരന്റെ ഭക്ഷണമല്ല തലശ്ശേരിക്കാരൻ്റെത്. തൂവക്കുന്നുകാരന്റെ ഭക്ഷണമല്ല കല്ലിക്കണ്ടിക്കാരൻ്റെത്. തൂവക്കുന്നിലെ ഓരോ വീട്ടിലും ഒരേപോലെ ഭക്ഷണമല്ല, പല രീതിയിലാണ് അല്ലാഹു കണക്കാക്കിയത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു കണക്കാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാ ജീവികൾക്കും അല്ലാഹു ഭക്ഷണം കണക്കാക്കിയിരിക്കുകയാണ്.
ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഒരു സംഭവം കാണാം. നമ്മളൊക്കെ ചിന്തിക്കണം, ആരാണ് എൻ്റെ റബ്ബ്? ഒരു കാലത്ത് ഉടുക്കാനും തുണിയില്ലാതെ, കഴിക്കാൻ അന്നമില്ലാതെ വിഷമിച്ചവരല്ലേ നമ്മളിൽ പലരും. ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണത്തിന് കയ്യും കണക്കുമുണ്ടോ? അള്ളാഹുവിന്റെ കണക്കാക്കലിന് നാം എത്രയാണ് നന്ദി പറയേണ്ടത്? എല്ലാ ജീവികൾക്കും അള്ളാഹു അന്നം കണക്കാക്കി. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോകുന്ന സന്ദർഭം തന്റെ ഭാര്യയെയും കുടുംബത്തെയും കൂട്ടി മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ അരികിൽ നിന്ന് മഹാനവർകൾ യാത്ര പോവുകയാണ്. ലക്ഷ്യമില്ലാത്ത യാത്ര. മഹാനവർകൾ ഇങ്ങനെ പോകുമ്പോഴാണ് വിജനമായ രാത്രിയിൽ വഴിയറിയുന്നില്ല. വിജനമായ വഴിയിലൂടെ മഹാനവർകൾ സഞ്ചരിക്കുന്നു. എങ്ങോട്ട് പോകണമെന്നറിയില്ല, ആരോട് ചോദിക്കണമെന്നറിയില്ല. അപ്പോഴാണ് ദൂരെ മഹാനവർകൾ ഒരു തീ കാണുന്നത്. നമുക്കറിയാലോ. ഉടനെ തന്നെ മഹാനവർകൾ വീട്ടുകാരോട് പറഞ്ഞു, ഇന്നി ആനസ്തു നാറാ, ഞാൻ അങ്ങ് അകലെ ഒരു തീ കാണുന്നുണ്ട്, ഞാൻ വെളിച്ചം കാണുന്നുണ്ട്. അതുകൊണ്ട് ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലന്നാരി ഹുദാ, ഞാനൊന്ന് പോയി നോക്കട്ടെ, ആ വെളിച്ചത്തിൽ നിന്നൊരിത്തിരി അടർത്തി കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ വെളിച്ചത്തിൽ നിന്നൊരിത്തിരി കൊണ്ടുവന്നാൽ ആ വെളിച്ചത്തിൽ നമുക്ക് സഞ്ചരിക്കാനും സാധിക്കുമല്ലോ. ഞാനൊന്ന് പോയി നോക്കട്ടെ. ഔ അജിദു അലന്നാരി ഹുദാ, അല്ലെങ്കിൽ അവിടെ ചെന്നാൽ എനിക്ക് വഴിയെക്കുറിച്ചുള്ള വല്ല ധാരണയും ലഭിക്കും. എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് എനിക്കൊന്ന് മനസ്സിലാവും. ഞാനൊന്ന് പോയി നോക്കട്ടെ. അങ്ങനെ പോയപ്പോഴാണ് മലയടിവാരത്ത് മഹാനവർകൾ ചെന്നപ്പോ ഒരൊറ്റ വിളി, യാ മൂസ. മഹാനായ മൂസ നബി അലൈഹിസ്സലാം പേടിച്ചു വിറച്ചുപോയി. ഈ വിജനമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ആരാണ് എന്നെ പേരെടുത്ത് വിളിച്ചത്? മഹാനവർകൾ വല്ലാതെ ആശങ്കപ്പെടുമ്പോഴാണ് അള്ളാഹുവിന്റെ മറുപടി, മറ്റാരുമല്ല അന റബ്ബുക്, ഇതങ്ങയുടെ റബ്ബാണ് മൂസ നബിയെ, അങ്ങയുടെ രക്ഷിതാവാണ് മൂസ നബിയെ. അതുകൊണ്ട് ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ, അങ്ങ് അനുഗ്രഹീതമായ താഴ്വരയിലാണുള്ളത്. അതുകൊണ്ട് ഫഖ്ലഅന അലൈക, അങ്ങയുടെ രണ്ട് ചെരുപ്പും അഴിച്ചു വെക്കണേ മൂസ നബിയെ. അള്ളാഹു പറയുകയാണ്, എല്ലാ സ്ഥലവും ഒരുപോലെയല്ല. നമ്മുടെ നാട്ടിലുള്ള പുത്തൻവാദികളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാം ഒരുപോലെയാണ് എന്നാണ്. എല്ലാം ഒരുപോലെയാണ്, സമ്മതിക്കാൻ സാധിക്കുമോ? എല്ലാ മണ്ണും ഒരുപോലെയാണോ? എല്ലാ പ്രദേശവും ഒരുപോലെയാണോ? അല്ലല്ലോ. നമ്മളിവിടെ സ്വലാത്തിന് വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആർക്കാണ് ഈ സ്വലാത്ത് നാം സമർപ്പിക്കുന്നത്? ആരംഭ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയാണ്. അവിടുന്ന് അന്തി ഉറങ്ങുന്നത്, അവിടുന്ന് വിശ്രമം കൊള്ളുന്നത് മദീനയിലാണ്. മദീനയിലെ മണ്ണും തൂവക്കുന്നിലെ മണ്ണും ഒരുപോലെയാണോ? മദീന എന്ന് പറയുന്ന പ്രദേശവും നമ്മുടെ ഈ നാടും ഒരുപോലെയാണോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു, അലാ അൻഖാബിൽ മദീനത്തി മലായിക, മദീനയുടെ ഓരോ രാജവീതികളിലും എന്നല്ല, ഓരോ വഴികളിലും മാത്രമല്ല, മദീനയുടെ ഓരോ സുഷിരങ്ങളിലും ഓരോ വിടവുകളിലും അല്ലാഹു തആല മലക്കുകളെ നിർത്തിയിരിക്കുകയാണ്. എന്തിനാണ് മലക്കുകൾ? ആ മദീനയിലേക്ക് മാലിന്യങ്ങൾ കയറാൻ പാടില്ല. ആ മദീനയിലേക്ക് ലോകത്ത് വരാനിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഫിത്ന ദജ്ജാലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ദജ്ജാലിന്റെ പാദം പതിയാത്ത മണ്ണാണ് എൻ്റെ മദീനയുടെ മണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മണ്ണും ഒരുപോലെയല്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഏതോ ആവട്ടെ, മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ഫഖ്ലഅന അലൈക, രണ്ട് ചെരുപ്പും അവിടെ അഴിച്ചു വെക്കണം. കാരണം അങ്ങ് നിലകൊള്ളുന്ന സ്ഥലം സാധാരണ സ്ഥലമല്ല, അനുഗ്രഹീതമായ താഴ്വരയാണ്. അതുകൊണ്ട് ചെരുപ്പൊക്കെ അഴിച്ചിട്ടിങ്ങ് കയറി വന്നോ. മഹാനവർകൾ ചെരുപ്പൊക്കെ അഴിച്ചിട്ടങ്ങ് കയറി ചെന്നപ്പോഴാണ് പടച്ചറബ് പറഞ്ഞത്, വഅന അഖ്തർതുക ഫസ്തമിഅ ലിമാ യൂഹാ, അങ്ങയെ തിരഞ്ഞെടുത്തിരിക്കുന്നു, അങ്ങയെ സെലക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇനി അങ്ങേക്ക് നൽകപ്പെടുന്ന വഹിയുകളൊക്കെ വളരെ ശ്രദ്ധിച്ചോളണം. മഹാനവർകൾ അല്ലാഹുവിന്റെ ഏറ്റവും മഹത്തായ വാക്കുകൾ ശ്രദ്ധിക്കുകയാണ്.
അത് ശ്രദ്ധിക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ചെറിയ ഒരു ശങ്ക, ചെറിയ ഒരു വിഷമം. എന്റെ കുടുംബത്തെ ഒറ്റക്കിട്ടിട്ടാണല്ലോ പോന്നിരിക്കുന്നത്, അവരെന്തായിട്ടുണ്ടാകും? ഇമാം റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നു. തഅല്ലഖ ഖൽബുഹു ബിഅഹ്വാലി അഹ്ലിഹി. മഹാനവർകളുടെ കൽബ്, മഹാനവർകളുടെ ചിന്ത തന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടു പോയി. അവരെന്തായിട്ടുണ്ടാകും? എന്റെ ഭാര്യ എന്തായിട്ടുണ്ടാകും? അവർ വല്ലതും കഴിച്ചു കാണുമോ? അവർ പട്ടിണി കിടന്നു പോയിട്ടുണ്ടാകുമോ? ആ സമയത്ത് ആരാണ്? അല്ലാഹു യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. ഹൃദയത്തിന്റെ ഉള്ളിൽ മറച്ചു വെച്ചത് കാണുന്നവനാണല്ലോ റബ്ബ്. കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവനാണല്ലോ പടച്ചവൻ. അല്ലാഹു പറഞ്ഞു, അല്ല മൂസ നബിയെ, എന്റെ മുന്നിൽ നിൽക്കുമ്പോഴും ചിന്ത ഭാര്യയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചാണുമല്ലേ? അവര് പട്ടിണിയായി പോകുമെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അല്ലാഹു തആല കാണിച്ചു കൊടുത്തു ആരാണ് റബ്ബുൽ ആലമീൻ, ആരാണ് ലോകരക്ഷിതാവ്. അല്ലാഹു കാണിച്ചു കൊടുത്തു. അടിക്ക് മൂസ നബിയെ, മഹാനവർകളുടെ കയ്യിൽ ഒരു വടിയുണ്ട്, ചരിത്രത്തിൽ നമ്മൾക്കറിയാം. ഫഅമറ അല്ലാഹു തആല, അല്ലാഹു ഓർഡർ ഇട്ടു, അൻ യദ്രിബ ബിഅസ്വാഹു അലാ സഖറത്തിൻ. തന്റെ കയ്യിലുള്ള വടി കൊണ്ട് ഒരു വലിയ പാറ കാണിച്ചിട്ട് അതിന്റെ മുകളിൽ അടിക്കാൻ പറഞ്ഞു. ഫളറബ, മഹാനവർകൾ അടിച്ചു. ഒരടി അങ്ങ് വെച്ച് കൊടുത്തപ്പോഴേക്ക് ഫൻഷഖത്ത്, പാറ പൊട്ടി പിളർന്നു. ഫഖറജത് സഖറത്തുൻ സാനിയ, ആ വലിയ പാറയുടെ ഉള്ളിൽ നിന്ന് ഫഖറജത് സഖറത്തുൻ സാനിയ, രണ്ടാമതൊരു പാറ പുറത്തേക്ക് ചാടി. രണ്ടാമതൊരു കല്ല് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഉരുണ്ടിങ്ങ് വീണു. അല്ലാഹു തആല പിന്നെയും പറഞ്ഞു, അടിക്ക് മൂസ നബിയെ. സുമ്മ ദറബ ബിഅസാഹു അലൈഹാ, മഹാനവർകൾ രണ്ടാമതും പാറയുടെ മുകളിലേക്ക് അടിച്ചു. പാറക്കല്ലിന്റെ മുകളിലേക്ക് അടിച്ചപ്പോ ഫൻഷഖത്ത് ഫഖറജത് സഖറത്തുൻ സാലിസ, ആ രണ്ടാമത്തെ കല്ല് പൊട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ കല്ല് വീണ്ടും മടർന്നു വീണു. ബഹുമാനപ്പെട്ട ഇമാം റാസി തങ്ങളുടെ തഫ്സീറുൽ കബീറിൽ കാണാം. അല്ലാഹു തആല പറയും, ആയിട്ടില്ല മൂസ നബിയെ, ഒരടിയും കൂടെ. മൂസ നബി അലൈഹിസ്സലാം മൂന്നാമതും ആ കല്ലിനങ്ങടിച്ചപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഫഖറജത് മിൻഹാ ദൂദത്തുൻ, അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് ദൂദത്തുൻ, ഒരു പുഴുവാണ് പുറത്തേക്ക് വന്നത്. മൂസ നബി അലൈഹിസ്സലാം തലക്ക് കൈവച്ചു പോയി. എന്തായി കാണുന്നത്? ഒരു തരി വെളിച്ചമില്ലാത്ത, ഒരിത്തിരി വെള്ളം ചെല്ലാത്ത, വായു കടന്നു ചെല്ലാത്ത പാറക്കല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒരു പുഴു പുറത്തേക്ക് ഇറങ്ങി. വഫീ ഫമിഹാ ശൈഉൻ, എങ്ങനെയാണ് ആ പുഴു വരുന്നത്? വഫീ ഫമിഹാ ശൈഉൻ, അതിന്റെ വായിലെന്തോ ഒന്ന് ചവച്ചുകൊണ്ടിരിക്കുന്നു. യജ്രി മജ്റൽ ഗദാ, ചവച്ചിങ്ങനെ ഇറക്കിക്കൊണ്ടാണ് പുഴു ഇറങ്ങി വരുന്നത്. മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന് ലജ്ജ തോന്നി. ഞാൻ എന്റെ ഭാര്യയെ കുറിച്ചാണല്ലോ ആലോചിച്ചത്, അവള് പട്ടിണി കിടക്കുമെന്നാണല്ലോ ഞാൻ പേടിച്ചത്. പക്ഷേ ഈ പാറക്കെട്ടിന്റെ ഉള്ളിൽ കഴിയുന്ന ഈ പുഴുവിന് അന്നം. റബ്ബേ സുബ്ഹാനല്ലാഹ്, നീ എത്ര പരിശുദ്ധനാണ്. ആലോചിക്കാറുണ്ടോ മോമിനെ, ഒരു നേരത്തെ അന്നം കിട്ടുന്നതിന് ഒരൽഹംദുലില്ലാ പറയാൻ നമ്മൾ തയ്യാറുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ നമ്മൾ വലിയ ദിക്റിന്റെ മജ്ലിസുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്, നന്നായിട്ട് ഭക്ഷണം വിളമ്പാറുണ്ട്, അതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ നിത്യജീവിതത്തിൽ അള്ളാഹുവിനെ ഓർക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ ഓർക്കാറുണ്ടോ? അന്നം കഴിക്കുമ്പോൾ ഒരു ബിസ്മില്ലാഹ്, ഭക്ഷണം കഴിച്ചഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹ്. നിനക്ക് അല്ലാഹു ലക്ഷക്കണക്കിന് രൂപയുടെ വാഹനമാണ് കീഴ്പ്പെടുത്തി തന്നത്, അത് പായുന്നത് നിന്റെ പത്രാസ് കൊണ്ടാണെന്ന് കരുതിയോ? കമ്പനി നൽകിയ വാഗ്ദാനങ്ങൾക്കപ്പുറം എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടും എത്ര പേർ ഓരോ ദിവസവും മരണത്തിന് കീഴടങ്ങുന്നു. എന്നാൽ ചാലിട്ടൊഴുകുന്ന വാഹനങ്ങൾക്കിടയിലൂടെ നീ വാഹനമോടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിയാൽ ഒരൽഹംദുലില്ലാ പറയുന്നതിനെന്തേ നിനക്കൊരു തടസ്സം? നീ കഴിക്കുന്ന ഭക്ഷണങ്ങൾ രാവിലെ നീ ഹലാലിൽ ചെന്ന് ടോയ്ലറ്റിൽ ചെന്നിരിക്കുമ്പോഴേക്ക് സുഖമായിട്ട് വിസർജ്യമായിട്ട് അങ്ങ് പുറത്തുപോയില്ലേ? ഇറങ്ങിപ്പോരുമ്പോ ഒരൽഹംദുലില്ലാ പറയാൻ എന്തേ നിനക്കൊരു മടി?
വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹുവിനെ ഓർക്കലല്ലാതെ ഒരു മനുഷ്യന് മറ്റെന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? അവനെ ഓർത്താൽ അതല്ലേ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയമെന്ന് പറയുന്നത്. എപ്പോഴും എപ്പോഴും ആ ഒരു ഓർമ്മ. ഏതൊക്കെ സന്ദർഭങ്ങളിൽ തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ടവൾ, മുല്ല ചൂടിയ മണവാട്ടി, ഇന്ന് വൈകുന്നേരം കടന്നു വന്ന മണവാട്ടിയുടെ ശരീരത്തിലേക്ക് നീ പ്രാപിക്കുമ്പോഴും ഓർമ്മ വേണ്ടേ അല്ലാഹുവിനെ? എവിടെയും അല്ലാഹ് എന്ന ഒരു ചിന്ത. ആ ചിന്ത മറക്കുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനല്ലാതായി മാറുന്നത്. അതുണ്ടാക്കലാണ് ഇത്തരം സദസ്സുകളുടെ പ്രാധാന്യം. ഇത് മാസത്തിൽ ഒരിക്കൽ മാത്രമല്ല, എല്ലാ സന്ദർഭങ്ങളിലും നമ്മളിൽ ഉണ്ടായിത്തീരേണ്ടതാണ്. മൂസ നബി അലൈഹിസ്സലാമിന് വറുഫിഅൽ ഹിജാബു അൻ സമഇ മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിന് ഈ പുഴുവിന്റെ സംസാരം കേൾക്കുന്നതിനുള്ള തടസ്സം അല്ലാഹു അങ്ങ് ഉയർത്തിക്കൊടുത്തു. എല്ലാ ജീവികളും തസ്ബീഹ് ചൊല്ലുന്നുണ്ടല്ലോ, എല്ലാ ജീവികളും അല്ലാഹുവിനെ ഓർക്കുന്നുണ്ടല്ലോ. ഈ പുഴു പറയുന്ന ദിക്ർ അല്ലാഹു മൂസ നബിക്ക് അങ്ങ് കേൾപ്പിച്ചു കൊടുത്തു. എന്താ പുഴു പറയുന്നത്? സുബ്ഹാന മൻ യറാനി വയസ്മഉ കലാമി വയഅരിഫു മകാനി വയദ്കുറുനി വലാ യൻസാനി. സുബ്ഹാന മൻ യറാനി, എന്നെ കാണുന്ന റബ്ബേ സുബ്ഹാനല്ലാഹ്. വയസ്മഉ കലാമി, എൻ്റെ സംസാരം കേൾക്കുന്ന റബ്ബേ സുബ്ഹാനല്ലാഹ്. വയഅരിഫു മകാനി, ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്നറിയുന്ന റബ്ബേ സുബ്ഹാനല്ലാഹ്. വയദ്കുറുനി വലാ യൻസാനി, എപ്പോഴും എപ്പോഴും എന്നെ ഓർക്കുന്ന റബ്ബേ സുബ്ഹാനല്ലാഹ്. വലാ യൻസാനി, ഒരിക്കലും എന്നെ മറക്കാത്ത റബ്ബേ സുബ്ഹാനല്ലാഹ്. ഈ ഒരു പിടിവള്ളി അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമ്മൾ എന്ന് തയ്യാറാകുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീരും. വേറെ ഒരു പ്രശ്നങ്ങളും നമുക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഔലിയായിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊരു ഭയവുമില്ല. നിങ്ങൾ ഔലിയാക്കളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? പലപ്പോഴും ഭക്ഷണം കഴിച്ചില്ല ചില ആളുകൾ. അവർ വളരെ ലളിതമായ ജീവിതം നയിച്ചു. അവരുടെ ജീവിതത്തിൽ ഒരു പ്രൊട്ടക്ഷനുമില്ല, ഒരു സെക്യൂരിറ്റിയും അവർ തെരഞ്ഞെടുത്തില്ല. പക്ഷേ ഖുർആൻ പറഞ്ഞു, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് യാതൊരു ഭയവും ഇല്ല. എന്തുകൊണ്ട്? അവർ പേടിച്ചത് ദുനിയാവിലുള്ള ഏമാന്മാരെയല്ല, അവർ പേടിച്ചത് ദുനിയാവിലുള്ള ചില വ്യവസ്ഥിതികളെയല്ല, അവർ പേടിച്ചത് പണത്തെയല്ല, അവർ പേടിച്ചത് അധികാരത്തെയല്ല, അവർ പേടിച്ചത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിനെ അവർ പേടിച്ചപ്പോഴോ ലോകം മുഴുവനും അവരെ പേടിച്ചു. അവർക്കാരെയും പേടിക്കേണ്ടി വന്നില്ല. അവർ സ്നേഹിച്ചത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിനെ സ്നേഹിച്ചപ്പോഴോ അവർക്ക് വേറെ ഒരു വിഷമങ്ങളും വന്നില്ല. അല്ലാഹു അവരെ തിരിച്ച് ഇങ്ങോട്ട് സ്നേഹിച്ചു. അതാണ് ആത്മീയത എന്ന് പറയുന്നത്. അല്ലാതെ ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഞാനൊരു വേഷം കെട്ടി വന്നിട്ട് ഞാനാണ് വലിയ ഷെയ്ഖ് എന്ന് പറയലല്ല. അല്ലാഹുവിലേക്കുള്ള സമർപ്പണമാണ്. ആ ഒരു അല്ലാഹു എന്ന് പറയേണ്ടടുത്ത് പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മളുടെ ശരീരത്ത് കൈവെക്കാൻ ഒരാളും വരില്ല. നമ്മളൊരു ഭീകരവാദ പ്രസ്ഥാനത്തിലും അംഗമാവേണ്ടി വരില്ല. നമ്മൾ തീവ്രവാദ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുക്കേണ്ടി വരില്ല. അല്ലാഹ് എന്ന് പറയേണ്ട സമയത്ത് പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മെ തൊടാൻ ഒരു മഖ്ലൂക്കിനും സാധ്യമല്ല. അതിനേറ്റവും വലിയ തെളിവല്ലേ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെയായിരുന്നു. ബിദാത്തിൽ റിഖാൾ, ദാത്തുൽ റിഖാളിൽ ആ സംഭവം നടക്കുമ്പോൾ ഞങ്ങൾ അവിടുത്തെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ യാത്ര പോവുകയാണ്. യാത്ര ചെയ്ത് ഒരു തണൽ മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോ ആ തണൽ മരം ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ഒഴിവാക്കി കൊടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളൊക്കെ അവിടത്തേക്ക് ഒരു ഫ്രീഡം കിട്ടട്ടെ, അവിടത്തേക്ക് കുറച്ച് സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളൊക്കെ അങ്ങ് മാറിക്കൊടുത്തു. അവിടെ നിന്ന് ആ തണൽ മരത്തിന്റെ ചുവട്ടിൽ ഒറ്റക്ക് നന്നായി വിശ്രമിച്ചപ്പോൾ അവിടുത്തെ വാള് മരച്ചില്ലയിൽ കെട്ടിയിട്ടു. നമുക്കറിയാമല്ലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. ആ വാള് കൈക്കലാക്കിയതാകട്ടെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് വന്നത്. ഒരു
ബഹുദൈവാരാധകൻ വന്നിട്ട് ആ വാള് കൈക്കലാക്കി. എന്നിട്ട് ആ മനുഷ്യൻ അവിടുത്തെ തട്ടി ഉണർത്തിയിട്ട് ഒന്നാമത്തെ ചോദ്യം തഖാഫുനി, അതാ ചോദ്യം തഖാഫുനി. ആരാ ചോദിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആരും കൂടെയില്ല. തന്റെ സഹപ്രവർത്തകന്മാരൊക്കെ തനിക്ക് വിശ്രമിക്കാൻ തണൽ മരം ഒഴിവാക്കിയിട്ടിട്ട് ദൂരെ മാറി നിൽക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് വാളിങ്ങനെ തലക്ക് മുകളിൽ പിടിച്ചിട്ട് ഒരു മനുഷ്യന്റെ ചോദ്യമാണ് തഖാഫുനി, എടോ നിനക്കെന്നെ ഭയമുണ്ടോ? അതിന്റെ മറുപടി എന്താ? ലാ, എനിക്ക് നിന്നെ പേടിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ പേടിച്ചാൽ പിന്നെ എന്തിനാ പേടിക്കുന്നത്? മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിശ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പൃഥ്വിരാജ് തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചപ്പോ മഹാനായ ഖാജ പറഞ്ഞു, ഞാൻ അവൻ വിളിക്കുമ്പോഴേക്ക് അങ്ങ് ചെല്ലേണ്ട ആവശ്യം എന്താ? രാജാവിന് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. അവർ അധികാരികളെ പേടിച്ചവരായിരുന്നില്ല. അവർ പട്ടും വളയും മോഹിച്ചവരായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ മനുഷ്യന്റെ ചോദ്യം തഖാഫുനി, എടോ നിനക്കെന്നെ ഭയമുണ്ടോ? ഖാലല്ല, എനിക്ക് പേടിയില്ല. ആ മനുഷ്യന്റെ എല്ലാ വോൾട്ടേജും ചോർന്നു പോയി. പിന്നെ അയാൾ ചോദിച്ചു, അങ്ങനെ നിനക്കെന്നെ പേടിയില്ലാതാവണമെങ്കിൽ ഞാൻ ഈ വാള് കൊണ്ടങ്ങ് വെട്ടാൻ മുതിർന്നാൽ നിന്നെ രക്ഷിക്കാൻ ആരോ വേണ്ടേ? മയ്യംനഉക മിന്നി, എന്റെ ഈ വാളിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നവൻ ആരാണ്? ഉടനെ തന്നെ മറുപടി ആലോചിക്കാൻ സമയമില്ല. ഉടനെ തന്നെയാണ് മറുപടി. ഫഖാല, അവിടെന്ന് പറഞ്ഞു അല്ലാഹ്. അതാ ഞാൻ പറഞ്ഞത്, അല്ലാഹ് എന്ന് പറയേണ്ടടുത്ത് പറയാൻ നമുക്ക് സാധിച്ചു. നമ്മേക്കാൾ വിജയിച്ചവർ മറ്റാരുമില്ല. അപ്പോഴാ ഖുർആൻ പറഞ്ഞത് അൻതുമുൽ അലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. പക്ഷേ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കണം. ഈമാൻ വെറും വേഷങ്ങളിൽ മാത്രം പോരാ. ഈമാൻ നിന്റെ ശരീരത്തിന്റെ പുറം മോടിയായി കൊണ്ട് നടക്കേണ്ടതല്ല. ഈമാൻ എന്ന് പറയുന്ന സാധനം നിന്റെ കൽബിൽ ഉണ്ടാവുകയും ആ ഈമാനിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഒരല്ലാഹ് എന്ന് പറയാൻ ഒരു മനുഷ്യന് സാധിക്കുകയും ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെ അല്ലാഹു രക്ഷിക്കും. ഇമാം മുസ്ലിം തങ്ങളുടെ ഒരു റിപ്പോർട്ടിലുള്ളത് ഫസഖത സൈഫു മിൻ യദിഹി, ഈ മുശ്രിക്കിന്റെ കയ്യിൽ നിന്ന് വാളങ്ങ് വീണുപോയി എന്നാണ്. അല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴേക്ക് വാളങ്ങ് താഴെ വീണുപോയി. ആ വാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയ്യിലെടുത്തിട്ട് തിരിച്ചു ചോദിച്ചു, മയ്യംനഉക മിന്നി, നീ എന്നോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ നിന്നോട് തിരിച്ചു ചോദിക്കട്ടടോ? ഈ വാളുകൊണ്ട് ഞാൻ നിന്നെ വെട്ടിയാൽ നിന്നെ ആര് രക്ഷിക്കും? നിന്നെ ആര് രക്ഷിക്കും? അയാൾ അവിടെ കിടന്ന് വിറച്ചു. അയാൾ പറഞ്ഞു, കുൻ ഖൈറ ആഖിദിൻ, താങ്കൾ ഒരു നല്ല മനുഷ്യനാവണം, നല്ല ഒരു വാളുപിടുത്തക്കാരനാവണം. താങ്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അങ്ങ് എന്നോട് മാന്യത കാണിച്ചില്ലെങ്കിൽ എന്റെ കാര്യം അബദ്ധമായി പോകും, എന്റെ കാര്യം വിഷമത്തിലായി പോകും. സംഘാടകർ നിങ്ങളെ സമീപിക്കാൻ വേണ്ടി ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ചെറിയ ഒരു സംഖ്യ ഇട്ട് കൊടുത്താൽ പോരാ, മാന്യമായിട്ട് ഇതിനോട് സഹകരിക്കണമെന്നാണ് യമാനി ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒരു ശരാശരി ഒരു 100 രൂപ വെച്ച് ആ ബക്കറ്റിൽ ഇട്ടാൽ തീർച്ചയായും നമ്മുടെ ഈ ക്ലാസ്സും നമ്മുടെ ഈ പരിപാടിയൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം ദീർഘകാലം നിലനിർത്തി തരുമാറാവട്ടെ. ബിസ്മില്ലാഹ്. അപ്പോ നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചു. അവന് പിടിവള്ളിയില്ല. അവൻ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരോട് താങ്കൾ മാന്യത കാണിക്കണം, അല്ലെങ്കിൽ എന്റെ തലതെറിച്ചു പോകും. ആ മനുഷ്യനോട് അവിടെ നിന്ന് ചോദിച്ചു, ഒരു പ്രബോധകന്റെ കടമയാണ്. അവിടെ നിന്ന് ചോദിച്ചു, നിനക്ക് അല്ലാഹുവിൽ വിശ്വസിക്കാൻ താല്പര്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? ഫഖാൽ, അയാൾ പറഞ്ഞു, ലാ, എനിക്കതിന് താല്പര്യമില്ല. എന്നാ പിന്നെ നീ നിന്റെ വഴിക്ക് പോയിക്കോ. ഒരു വെട്ട് കൊടുത്തോ? കൊടുത്തില്ല. അവിടെ നിന്ന് പറഞ്ഞു, നീ നിന്റെ വഴിക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അയാളുടെ വീട്ടിൽ ചെന്ന്, ഞാൻ ഇന്ന് വരേണ്ടിയിരുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എൻ്റെ ഉടലിൽ നിന്ന് തലയുണ്ടാകേണ്ടിയിരുന്നില്ല, കാരണം അത്ര വലിയൊരു തോന്നിവാസമാണ് ഞാൻ ചെയ്തത്. പക്ഷേ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുന്നത്. ഞാനിവിടെ പറഞ്ഞു വന്നത്, അല്ലാ എന്ന് പറയേണ്ട സമയത്ത് പറയാൻ ഒരു മനുഷ്യന് സാധിച്ചാൽ അതിനേക്കാൾ വലിയ വിജയം മറ്റെന്താണ്? അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈമാനിന്റെ മധുരം കിട്ടാൻ വേണ്ടത്, അല്ലാഹുവിനെ സ്നേഹിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇമാം റാസി തങ്ങളുടെ തഫ്സീറിൽ കാണാം, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ വലിയ മഹദിയായിരുന്നല്ലോ. ബാത്തത്ത് റാബിയത്തു ലൈലത്തൻ ഫി തഹജ്ജുദി വസ്സലാ. ഒരു ദിവസം രാത്രി, പല രാത്രികളിലും മഹദിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് പലതും. ഒരു ദിവസം മഹദി നിസ്കാരത്തിലായിട്ട് സമയം അങ്ങ് പോയി. സമയം പോയതറിഞ്ഞില്ല. സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ നിസ്കരിച്ച് ക്ഷീണിതയായി. സുബഹി നമസ്കാരം കഴിഞ്ഞു, ഖുർആനോത്ത് കഴിഞ്ഞു. ആ ഇരുന്ന ഇരിപ്പിൽ മഹദിയോടങ്ങുറങ്ങിപ്പോയി. മഹദി ഉറങ്ങിയപ്പോഴോ ഫദഖല സാരിഖു ബൈതഹാ, ഒരു കള്ളൻ കയറി റാബിയത്തുൽ അദവിയ്യയുടെ വീട്ടിൽ. CCTV ഒന്നും റാബിയത്തുൽ അദവിയ്യയുടെ വീട്ടിലില്ല. വലിയ കൊട്ടാരവുമല്ല, ഒറ്റമുറിയുള്ള കുടിലാണ്. ആ വീട്ടിലേക്കാണ് കള്ളൻ കയറിയത്. റാബിയത്തുൽ അദവിയ്യയുടെ വീട്ടിൽ 100 പവനില്ല, 50 പവനില്ല. അവിടെ വലിയ വലിയ സമ്പത്തുകളൊന്നുമില്ല. കള്ളൻ ആകെ ലഭിച്ചത് റാബിയത്ത് എന്നോരുടെ വസ്ത്രമൊക്കെ സഞ്ചിയിലാക്കി. വേറൊന്നും കിട്ടിയില്ല കള്ളന്. റാബിയത്തുൽ അദവിയ്യയുടെ ഡ്രസ്സൊക്കെ സഞ്ചിയിലാക്കിയിട്ട് കള്ളൻ വാതിൽ ലക്ഷ്യമാക്കിയിട്ട് ഓടി. ഉള്ളതും എടുത്ത് സഞ്ചിയിലാക്കിയിട്ട് വാതിലിനടുത്തേക്ക് ഓടി. പക്ഷേ ഫലം യഹ്തദ് ഇലൽ ബാബ്, കള്ളന് വാതിലിനടുത്തെത്താനും സാധിക്കുന്നില്ല. വാതിൽ എവിടെയെന്ന് കാണുന്നില്ല. ഇമാം റാസി തങ്ങളുടെ തഫ്സീറിൽ കാണാം, കള്ളൻ കുറെ വട്ടം കറങ്ങി. ഒറ്റമുറിയിൽ എവിടെയാണ് പുറത്തേക്കുള്ള വഴി എന്ന് കാണുന്നില്ല, എക്സിറ്റ് കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ ഈ സാധനം നിലത്തവിടെ വെച്ചപ്പോഴേക്ക് ഫവജദൽ ബാബ്, വാതിൽ തൊട്ടു മുമ്പിലുണ്ട്. ഇത്ര മുന്നിൽ വാതിൽ വെച്ചിട്ടാണോ ഞാനിങ്ങനെ കറങ്ങി നടന്നത്? വീണ്ടും സാധനങ്ങൾ എടുത്ത് കയ്യിൽ പിടിച്ചപ്പോഴേക്ക് വാതിൽ കാണുന്നില്ല. 3 തവണ ഇതിങ്ങനെ ആവർത്തിച്ചു. 3ാമത്തെ തവണ ഈ മനുഷ്യൻ ഈ സാധനം ഇങ്ങെടുത്തപ്പോഴേക്ക് ഒരൊറ്റ വിളിയാണ് കേൾക്കുന്നത്, ദഇൽ ഖുമ്മാഷ്. ആ മഹദിയുടെ വില കുറഞ്ഞ സാധനങ്ങളല്ലേ നിന്റെ സഞ്ചിയിലുള്ളത്, വെക്കടാ അവിടെ. ആ സാധുവിന്റെ വസ്ത്രങ്ങൾ അവിടെ വെച്ചോ. എന്നിട്ടൊരു വിളിയാണ്, ഇതാ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അവന്റെ ഇഷ്ടപ്പെട്ട ആള് കണ്ണ് ചിമ്മിയാലും ഫസ്സുൽത്താനു യഖ്ലാൻ, അള്ളാഹു ഉണർവിലാണ് കേട്ടോ, അള്ളാഹുവിന് ഉറക്കമില്ല കേട്ടോ. അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ, അല്ലാഹ് എന്ന ഒരു ചിന്ത മനുഷ്യനുണ്ടായാൽ അവന്റെ ജീവിതത്തിന് സമാധാനം ഒരിക്കലും നഷ്ടമാകില്ല. അതുകൊണ്ട് കേവലം ഒരു മാസത്തിലെ ഒരു ചടങ്ങിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല ദിക്റുല്ലാഹ്. സദാസമയം നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടതാണ്. അല്ലാഹ് എന്ന് പറയാൻ, അല്ലാഹുവിന് സമർപ്പണം നടത്താൻ, അല്ലാഹുവിന്റെ മുന്നിൽ സമയം ചെലവ് ചെയ്യാൻ, അവന്റെ ദിക്റുമായിട്ട് കഴിയാൻ. ഇവിടെ നമ്മൾക്കൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു പരാജയം, എന്റെ സമയം വളരെ പരിമിതമാണ്, ഞാൻ ചുരുക്കുകയാണ്, ദിക്റുല്ലാഹ് നഷ്ടമായതാണ്. രണ്ടാമത്, ഈമാനിന്റെ മധുരം ഒരു മനുഷ്യന് ലഭിക്കാൻ വേണ്ടത് വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടത്തോടുള്ള വല്ലാത്ത മഹബ്ബത്താണ്, വല്ലാത്ത സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മുൻഗാമികൾ വളരെ മുൻപന്തിയിലായിരുന്നു. നമ്മൾ അവിടത്തോടുള്ള സ്നേഹമൊക്കെ വളരെ കുറഞ്ഞുപോയി എന്ന് തന്നെ മനസ്സിലാക്കേണ്ടവരാണ്, അങ്ങനെ വിലയിരുത്തേണ്ടവരാണ്. എന്താ മഹാന്മാരായ ഇമാമിങ്ങളും മഹാന്മാരായ സ്വാലിഹീങ്ങളായ മുൻകഴിഞ്ഞ മഹാന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്നത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് അവിടുത്തെ എങ്ങനെ സ്നേഹിച്ചുവോ അവിടുത്തെ വഫാത്തിന്റെ ശേഷവും അങ്ങനെ തന്നെ സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ. ഇന്ന് അള്ളാഹുവിന്റെ റസൂലിനെ അന്ന് സ്വഹാബത്ത് സ്നേഹിച്ചതുപോലെ ഇന്ന് നമ്മളും സ്നേഹിക്കേണ്ടവരാണ്. നമ്മളിപ്പോ ഇവിടെ സ്വലാത്ത് ചൊല്ലാൻ പോവുകയാണ്. വെള്ളിയാഴ്ച രാവിലാണ് നാം ഉള്ളത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. അബൂദാവൂദ് തങ്ങൾ തന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇന്ന് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഓർക്കേണ്ട ഹദീസാണ്, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ,
നിങ്ങളുടെ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ഫാക്സിറു അലയ്യ മിനസ്സലാ, ഏറ്റവും നല്ല ദിവസത്തിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ എനിക്ക് സ്വലാത്ത് ചൊല്ലണം. നല്ല ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൽക്കർമ്മമാണ് സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബീഉൽ അവ്വൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം നടന്ന ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് അവിടുന്ന് തന്നെ പഠിപ്പിച്ചതാണ്. അന്ന് ചെയ്യാൻ പറ്റുന്ന സുകൃതമാണ് സ്വലാത്ത്. എല്ലാ വെള്ളിയാഴ്ച രാവിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ. ഫഇന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് ഹാജരാക്കപ്പെടും. ഏത് കോണിൽ നിന്ന് ചൊല്ലിയാലും ഏത് ലോകത്ത് നിന്ന് നിങ്ങൾ ചൊല്ലിയാലും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് ഹാജരാക്കപ്പെടും എന്ന് പറഞ്ഞപ്പോ ഫഖാലു, മഹാന്മാരായ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വകൈഫ തുറദു സ്വലാത്തുനാ, ഞങ്ങളുടെ സ്വലാത്ത് എങ്ങനെയാണ് അങ്ങേക്ക് ഹാജരാക്കപ്പെടുക? വഖദ് അറംതാ നബിയേ, അങ്ങ് വഫാത്തായിട്ട് കാലങ്ങൾ കഴിയുമ്പോ അങ്ങ് മണ്ണിനോട് ചേർന്ന് പോകൂല നബിയേ, അങ്ങ് മണ്ണായി പോകൂലേ? ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ അങ്ങയുടെ ശരീരം മണ്ണ് തിന്നു പോകൂല നബിയേ. ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോ അവിടെ നിന്ന് എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കന്മാരുടെ ശരീരങ്ങളെ അല്ലാഹു മണ്ണിനെ ഹറാമാക്കിയിട്ടുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയ പുതിയ കക്ഷികൾ നമുക്കിടയിലേക്ക് വന്നിട്ട് മുൻകഴിഞ്ഞ മഹാന്മാരോടുള്ള ബഹുമാനം കുറച്ചു കാണിക്കാൻ വേണ്ടി അവർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ള ചില പുത്തൻവാദികളുടെ പഴയകാലത്ത് അവരുടെ നേതാക്കന്മാർ അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചു, അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ നമ്മുടെ സലാം റസൂലുള്ള കേൾക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചിലർ പറഞ്ഞു ആ സമയത്ത് അള്ളാന്റെ റസൂൽ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നതിന് പകരം വീട്ടിലുള്ള പശുവിനെയോ കാളയെയോ ഓർക്കലാണ് നല്ലത് എന്ന് പറഞ്ഞ പുത്തൻവാദികൾ ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്. മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കന്മാർ, അവർ മരിക്കലോടുകൂടെ അവരുടെ എല്ലാം തീർന്നു എന്ന് വിശ്വസിച്ചത്, ആ ഒരു വിശ്വാസം ലോകത്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാണോ അവർക്ക് സംഭവിച്ചത് വലിയ ഗുരുതരമായ വീഴ്ചയാണ്. മഹാന്മാരായ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, അവർ മരണശേഷം മുഅ്ജിസത്ത് കാണിച്ചില്ലേ? മഹാന്മാരായ അമ്പിയാക്കന്മാർ, മഹാന്മാരായ ഔലിയാക്കന്മാർ വഫാത്തിന് ശേഷം കറാമത്ത് കാണിച്ചിട്ടില്ലേ? അവരുടെ ശരീരം മണ്ണ് തൊടൂലെന്ന് ലോകത്ത് മഹാന്മാർ പഠിപ്പിച്ചു വെച്ചിട്ടില്ലേ? നമ്മുടെ നാട്ടിലുള്ള സർവ്വ പുത്തൻവാദികളും ഒരുപോലെ ബഹുമാനിക്കുന്ന, അവരുടെയൊക്കെ വലിയ നേതാവാണെന്ന് അവർ പരിചയപ്പെടുത്തുന്ന ഒരു പണ്ഡിതനാണ് ഇബ്നുൽ ഖയ്യിമുൽ ജൗസി എന്ന് പറയുന്ന പണ്ഡിതൻ. ആ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയുടെ ലോകത്തറിയപ്പെട്ട ഒരു കിതാബാണ് അൽ കാഫിയത്തു ഷാഫിയ എന്ന് പറയുന്ന കിതാബ്. ആ കിതാബിൽ ഇബ്നുൽ ഖയ്യിം അടക്കം അമ്പിയാക്കന്മാരുടെ ശരീരം മണ്ണ് തൊടൂലെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം പാടുന്നുണ്ട്, വൽ അംബിയാഉ ഫഇന്നഹും തഹ്തസ്സറാ അജ്സാമുഹും ഹുഫിലത് മിനദ്ദിഹിദാനി മലിൽ ബിലാബിലുഹൂമിഹിം വജുസൂമിഹിം അബദം വഹും തഹ്തത്തുറാബി യദാനി. വൽ അംബിയാഉ, മഹാന്മാരായ അംബിയാക്കന്മാർ, ഫഇന്നഹും തഹ്തസ്സറാ, മഹാന്മാരായ അമ്പിയാക്കൾ മണ്ണിന്റെ അടിയിലായാൽ അജ്സാമുഹും ഹുഫിലത് മിനദ്ദീദാനി, അവരുടെ ശരീരം പുഴുക്കളിൽ നിന്ന് സുരക്ഷിതമാണെന്ന് ഇബ്നുൽ ഖയ്യിം തന്റെ അൽ കാഫിയയിൽ എഴുതുന്നു. മാത്രമല്ല, മാലിൽ ബിലാ ബിലുഹൂമിഹിം വജുസൂമിഹിം അബദം വഹും തഹ്തത്തുറാബി യദാനി, അവരുടെ ശരീരം ദ്രവിച്ചു പോവുകയോ അവരുടെ മാംസം പുഴുക്കൾ തിന്നുകയോ ഒരിക്കലും അത് സംഭവിക്കുന്നതല്ല. അപ്പൊ അവരെ ജീവിതകാലത്ത് എങ്ങനെ ബഹുമാനിച്ചുവോ അതേപോലെ വഫാത്തിന് ശേഷവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് ഈമാനിന്റെ മധുരം കിട്ടാനുള്ള ഭാഗമാണ്. അതിനാകണം സ്വലാത്ത്,
അതും വേണം ഇതും വേണം എന്ന ഒരു ചിന്താഗതിയൊക്കെ മാറ്റി യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ നമ്മുടെ മുൻഗാമികളായ പൂർവികരായ ആളുകൾ കാണിച്ചു തന്ന അതേ വഴിയിലൂടെ കൃത്യമായി സഞ്ചരിക്കണം. നാം ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അത് മദീനയിൽ കേൾക്കുമെന്നും അതിനുള്ള മറുപടി ലഭിക്കുമെന്നുമുള്ള ഉറപ്പോടുകൂടെ സ്വലാത്ത് ചൊല്ലണം. ഇത് അല്ലാഹു തആല നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു. അമ്പിയാക്കന്മാരുടെ ശരീരത്തിന് എത്ര വലിയ പ്രത്യേകതയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം വഫാത്തായിട്ട് ഏകദേശം 1 കൊല്ലത്തോളം ഒരേ നൃത്തം നിന്നു എന്നാണ് ഖുർആനിലുള്ളത്. ജിന്നുകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് പണിക്ക് നേതൃത്വം നൽകുന്നത്. വടിയും ചാരി നിൽക്കുകയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. വഫാത്തായി പോയിട്ടുണ്ട്. ജിന്നുകൾക്ക് കാര്യം മനസ്സിലായില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സബയിലെ 14-ാമത്തെ ആയത്ത് ഫലമ്മാ ഖളൈനാ അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർളി തൗകുലു മിൻ സാതഹു ഫലമ്മാ ഖറ തബയ്യനത്തിൽ ജിന്നു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. ഫലമ്മാ ഖളൈനാ അലൈഹിൽ മൗത്, മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന് നാം മരണം കണക്കാക്കിയപ്പോൾ മാദല്ലഹും അലാ മൗതിഹി, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മരണം അവരറിയിച്ചില്ല. എപ്പോഴാണ് അവരറിഞ്ഞതെന്നറിയോ? ഇല്ലാദാബത്തുൽ അർളി തൗകുലു മിൻ സാതഹു, മഹാനവർകൾ ചാരി നിന്ന വടി ചെതലുറുമ്പ് തിന്നിട്ട് അവസാനം വടിയങ്ങുരുണ്ട് താഴെ വീണു പോയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ജീവനില്ല, റൂഹ് പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സബയിന്റെ 14-ാമത്തെ ആയത്താണ്. ഒരൊറ്റ നൃത്തം മഹാനവർകൾ, ഒരു ചിതലുറുമ്പ് പോയിട്ട് ഒരു കാക്ക പോലും മഹാനവർകളുടെ ശരീരത്തിൽ ചെന്നിരുന്നില്ല. അത് അമ്പിയാക്കന്മാരുടെ ശരീരമാണ്. ആ ശരീരം സാധാരണ ശരീരമല്ല. അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്ന് പറയുന്നത്. മാത്രമല്ല റജബ് മാസത്തിലാണ് നമ്മളുള്ളത്. റജബ് മാസം എന്ന് പറയുന്നത് നമ്മുടെ നേതാവായ ആരംഭ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ ആദരവ് അല്ലാഹു കൊടുത്ത മാസമാണ്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി, മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു രാത്രി അല്ലാഹു കൊണ്ടുപോയത് ഈ മാസത്തിലാണ്. അവിടെ നിന്ന് 7 ആകാശങ്ങളും താണ്ടി ഒരു മഹായാത്ര നടത്തിയത് ഈ മാസത്തിലാണ്. ആ മാസത്തിൽ അവിടെ നിന്ന് യാത്ര പോയപ്പോ സ്വഹീഹ് മുസ്ലിമിൽ കാണാം ബാബു മിൻ ഫദ്ലി മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാമിന്റെ മഹത്വം പറയുന്ന അധ്യായം. ആ അധ്യായം സ്വഹീഹ് മുസ്ലിമിൽ കാണാം. വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് അമ്പിയാക്കന്മാർ? ജീവിതകാലത്ത് അവരുടെ അവസ്ഥ എന്താണോ വഫാത്തോടുകൂടെ എല്ലാം തീർന്നു പോകുമെന്ന് വിശ്വസിക്കുന്ന പുതിയ കക്ഷികളോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു, മറർത്തു അലാ മൂസ, ഞാൻ മൂസ നബി അലൈഹിസ്സലാമിന്റെ അരികിലൂടെ നടന്നുപോയി. വഹുവ യുസല്ലി ഫീ ഖബ്രിഹി, മഹാനവർകൾ ഖബറിൽ എണീറ്റ് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. ഒരു റിപ്പോർട്ടിൽ കാണാം വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ ഖബർ, മഹാനവർകൾ ഖബറിൽ എണീറ്റ് നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. വഫാത്തിന് ശേഷവും മഹാന്മാരായ അമ്പിയാക്കന്മാർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്നല്ലേ പറഞ്ഞതിനർത്ഥം? അപ്പോ അവരോടുള്ള സ്നേഹം അത് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണമാണ്. അമ്പിയാക്കന്മാർ മാത്രമാണോ? മഹാന്മാരായ ഔലിയാക്കന്മാരുടെ ശരീരം അല്ലാഹു തആല കാത്തു സൂക്ഷിക്കൂലേ? അവരുടെ ശരീരം സാധാരണത്തതുപോലെയാണോ? സ്വഹീഹുൽ ബുഖാരിയിലില്ലേ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് പുറത്തായ സംഭവം സ്വഹീഹുൽ ബുഖാരിയിലില്ലേ? ചെറുപ്പക്കാർ ഇതൊക്കെ മനസ്സിലാക്കണം. മഹാന്മാരായ ആളുകളുടെ കിടത്തം പോലും വലിയ പാഠമാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, മഹാനായ കേരളീയ മുസ്ലിമീങ്ങൾക്ക് ദിശാബോധം നൽകിയ മഹാനായ ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ കിടന്നുറങ്ങുന്നത് മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാൽച്ചുവട്ടിൽ എന്നോണമാണ്.
മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ കിടന്നുറങ്ങുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ കാൽച്ചുവട്ടിൽ വരക്കൽ മഖാമിലാണ് കിടന്നുറങ്ങുന്നത്. ഒരു വേള മഹാനായ ശൈഖുനയുടെ ജീവിതത്തിന്റെ അവസാന കാലം വരെ വരക്കൽ മഖാമും പള്ളിയുമൊന്നും സമസ്തയുടേതായിരുന്നില്ല. മഹാനവർകൾ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ചില നീക്കുപോക്കുകൾ നടത്തി. എന്തിനായിരിക്കും നടത്തിയത്? എനിക്കവിടെ കിടക്കണമെന്ന ആഗ്രഹം കൊണ്ട് തന്നെ ആയിരിക്കണം. അങ്ങനെ ആഗ്രഹിക്കാമല്ലോ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചില്ലേ റസൂലുള്ളാഹിന്റെ അടുത്ത് കിടക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? മഹാന്മാരുടെ അടുത്ത് കിടന്നാൽ അവിടെ ഖബർ കിട്ടിയാൽ അതിനു പോലും പുണ്യമുണ്ട്, അതിന് വലിയ സ്ഥാനമുണ്ട് എന്ന് വിശ്വസിച്ചില്ലേ മഹാന്മാരായ ആളുകൾ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ് കിടക്കേണ്ടത് എന്ന് മുന്നേ തന്നെ അള്ളാഹു ചില ആളുകൾക്ക് ബോധം കൊടുത്തു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് മുവത്ത എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബുൽ മുവത്തയിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു സ്വപ്നം കാണുന്നു. ഇതാരോ പറയുന്ന സ്വപ്നം പോലുള്ള സ്വപ്നമല്ല, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ട സ്വപ്നമാണ്. എന്താണ് ആയിഷ ബീവി കണ്ട സ്വപ്നം? ആയിഷ ബീവി തന്റെ ബാപ്പാനോട് പോയിട്ട് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് പറഞ്ഞു, ബാപ്പാ റഅയ്തു സലാസത അഖ്മാരിൻ സഖത്ന ഫീ ഹുജ്റതി. റഅയ്തു സലാസത അഖ്മാരിൻ, 3 ചന്ദ്രന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് വാപ്പാ. സഖത്ന ഫീ ഹുജ്റതി, എന്റെ റൂമിൽ വന്നിങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ടു. 3 ചന്ദ്രന്മാർ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒന്നും മറുപടി പറഞ്ഞില്ല. ഫലമ്മാ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുറച്ച് നാളുകൾക്ക് ശേഷം റസൂലുള്ള വഫാത്തായി. വഫാത്തായപ്പോൾ ചർച്ച എവിടെയാണ് ഖബർ ഒരുക്കേണ്ടത്? അഭിപ്രായ വ്യത്യാസം വന്നു ചെറിയ രീതിയിൽ. ഓരോരുത്തർ അവരവരുടെ അഭിപ്രായം പറഞ്ഞു. ചിലർ പറഞ്ഞു മാബൈന ബൈത്തി വ മിമ്പരി, എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിൽ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് ഖബർ കുഴിക്കേണ്ടത് എന്ന് ചില മഹാന്മാർ പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു അതല്ല, ജന്നത്തുൽ ബഖീ ഖബർസ്ഥാനിലാണ് ഖബർ ഒരുക്കേണ്ടത്. ഈ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. മഹാനവർകൾ വന്നിട്ട് തീർപ്പ് കൽപ്പിച്ചു, അമ്പിയാക്കന്മാർ എവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് സാധാരണഗതിയിൽ ഖബർ ഒരുക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ എവിടെ കുഴിക്കണം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിലാണ് വഫാത്തായത്, അവിടെ തന്നെ കുഴിക്കാൻ തീരുമാനിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന് കിടക്കുന്നത് ആയിഷ ബീവിയുടെ ഹുജറത്തു ശരീഫയിലാണ്. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചിട്ടാണ് വഫാത്തായത്. അവിടെ തന്നെയാണ് ഖബർ കുഴിച്ചത്. ഖബറടക്കമൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോ തന്റെ പൊന്നുമോളായ ആയിഷ ബീവിയെ ചേർത്ത് പിടിച്ചിട്ട് കിതച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, മോളെ ആയിഷ, നീ കണ്ട 3 ചന്ദ്രന്മാരിൽ ഒരു ചന്ദ്രനാണ് വന്ന് കിടന്നത്. ആയിഷ, 3 ചന്ദ്രൻ ഇവിടെ വന്ന് കിടക്കുമെന്ന് കണ്ടില്ലേ? അതിൽ ഒരു ചന്ദ്രൻ ഇതാ വന്ന് കിടന്നിരിക്കുന്നു. ആയിഷ ബീവിക്ക് അപ്പോഴും സംശയം തീർന്നില്ല. ഇനിയും 2 ആളുണ്ടല്ലോ, അതാരായിരിക്കും? പിന്നീട് ആ വീട്ടിന്റെ ഉള്ളിൽ ഖബർ ഒരുക്കേണ്ടി വന്നത് മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് ഖബർ ഒരുക്കിയത്. ആയിഷ ബീവിയുടെ വാപ്പയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. നമ്മൾ മദീനയിൽ ചെന്നാൽ റൗദാ ഷരീഫ് സിയാറത്ത് ചെയ്യാൻ ചെന്നാൽ ആദ്യം റസൂലുള്ളാഹിക്ക് സലാം പറയണം. എന്നിട്ടൊരടി മുന്നോട്ട് വെച്ചിട്ട് നാം സലാം പറയേണ്ടത് മഹാനായ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അപ്പൊ 2 ഖബർ അവിടെയായി. ഇനിയും ഒരു ഖബറിന്റെ സ്ഥാനം ബാക്കിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണക്ക് കൂട്ടി അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ മദീനത്തെ പള്ളിയിൽ സുബഹി നിസ്കാരത്തിന് ഇമാമായി നിന്ന് നിസ്കരിക്കുകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പിറകിൽ നിന്ന് വന്നിട്ട് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യൻ വെട്ടിക്കൊന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ശക്തമായി കുത്തി, നിരത്തി കുത്തി, പള്ളിയിലുള്ള പലരെയും കുത്തി.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് കുത്തേറ്റു. മഹാനവർകൾ പിറകോട്ട് മറിഞ്ഞു. നിസ്കാരം പൂർണ്ണമാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ചുമതലപ്പെടുത്തി. അതിനുശേഷം 3 ദിവസമാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളത്. മഹാനവർകൾ ആ കാലയളവിൽ തന്റെ പ്രിയ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ ആയിഷ ബീവിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ആയിഷ ബീവിയോട് ചെന്നിട്ട് ചോദിച്ചു, ആയിഷ തന്നോരെ, അങ്ങേക്ക് വിഷമമാകൂലെങ്കിൽ, അങ്ങേക്ക് പ്രയാസമാകൂലെങ്കിൽ ഒരു ഖബറിന്റെ സ്ഥാനവും കൂടെ അങ്ങയുടെ റൂമിലുണ്ടല്ലോ, അത് ഉമറാകുന്ന എന്റെ ബാപ്പക്ക് കൊടുക്കുമോ എന്ന് എന്റെ ബാപ്പ ചോദിക്കുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ട 2 സുഹൃത്തുക്കളുടെ കൂടെ, ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ, ഒന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, അവരുടെ കൂടെ കിടക്കണമെന്ന് എന്റെ ബാപ്പക്ക് വലിയ ആഗ്രഹമുണ്ട്, അതിന് സമ്മതിക്കുമോ? മഹാന്മാരുടെ അടുത്ത് കിടക്കാൻ വേണ്ടി അവർ താല്പര്യപ്പെട്ടു. ആയിഷ ബീവി പറഞ്ഞു, ആ സ്ഥലം ഞാൻ എനിക്ക് വേണ്ടി കണക്കാക്കിയതാണ്, അതെനിക്ക് വേണ്ടി ഞാൻ വെച്ച സ്ഥലമാണ്. എന്നാലും ഇന്ന് ഞാൻ എന്നേക്കാൾ മുൻഗണന നൽകുന്നത് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. കാരണം ആയിഷ ബീവിയുടെ മനസ്സ് പറഞ്ഞു, 3 ചന്ദ്രന്മാർ, ഒന്ന് അല്ലാഹുവിന്റെ റസൂലാണെങ്കിൽ, രണ്ടാമത്തത് എന്റെ പൊന്നുപ്പ സിദ്ദീഖുൽ അക്ബർ ആണെങ്കിൽ, 3-ാം സ്ഥാനത്ത് വരേണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബ്. ഈ 3 ചന്ദ്രന്മാർ തന്നെയാണ് എന്റെ റൂമിൽ കിടക്കേണ്ടത്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അവിടെ ഖബർ ഒരുക്കി. വർഷങ്ങൾക്ക് ശേഷം മഹാനായ വലീദ് ഇബ്നു അബ്ദുൽ മലിക് ഭരണം നടത്തുന്ന കാലത്ത് റൗള ഷരീഫിന്റെ ഒരു ചുമര് അടർന്നു വീണു. സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആ ചുമര് നേരെയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയപ്പോ, ആ ചുമരിന്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ ഫബദാലഹും ഖദമുൻ, മഹാന്മാരായ 3 ലോകം കണ്ട മഹാരഥന്മാർ കിടന്നുറങ്ങുകയാണ് അവിടെ. ആ ചുമരിടിഞ്ഞു വീണു. അതിന്റെ മണ്ണ് നീക്കിയിട്ട് പുതിയത് കെട്ടാൻ നോക്കുമ്പോ ബദാലഹും ഖദമുൻ, ഒരു കാലിങ്ങ് പുറത്തേക്ക് വന്നു. ഒരു കാല് പുറത്തേക്ക്. ജനങ്ങളൊക്കെ പേടിച്ചു. വദന്നു അന്നഹാ ഖദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാരും വിചാരിച്ചു അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലാണെന്ന് ജനങ്ങൾ വിചാരിച്ചു. കിതാബുൽ ജനായിസിൽ സഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം കാണാം. കാലിങ്ങ് പുറത്തു വന്നു. വദന്നു അന്നഹാ ഖദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലുള്ളാഹിന്റെ കാലാന്ന് എല്ലാവരും വിചാരിച്ചു. ഫമാ വജദു അഹദൻ യഅലമു ദാലിക്, ഇതിന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുന്ന ആരെയും അവർ കണ്ടില്ല. ഹത്താ ഖാല ലഹും ഉർവ, അവസാനം ഉർവത്ത് എന്ന മഹാൻ വന്നിട്ട് പറഞ്ഞു, ലാ വല്ലാഹി മാ ഹിയ ഖദമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആണ് സത്യം, അത് റസൂലുള്ളാഹിന്റെ കാലല്ല, റസൂലുള്ളാഹിന്റെ കാലല്ല. പിന്നെ ആരുടെ കാലാണത്? ഇല്ലാ ഖദമു ഉമർ റളിയല്ലാഹു അൻഹു, അത് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലാണ്. വർഷങ്ങൾക്ക് ശേഷമാണിത്. ഞാൻ ഇനിയും ദീർഘിപ്പിച്ച് പറയുന്നില്ല, ഒരുപാട് സംഭവങ്ങൾ കാണാം. മഹാനായ ഹംദലത്ത് ഇബ്നു അബൂ ആമിർ റളിയല്ലാഹു അൻഹു മരണശേഷം കറാമത്ത് കാണിച്ച മഹാനാണ്, ഉഹദിൽ ഷഹീദായ മഹാനാണ്. ചെറുപ്പക്കാർ മനസ്സിലാക്കണം, മഹാനായ ഹംദലത്ത് എന്നവരുടെ മണിയറ കൂടിയത് ഉഹദ് യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമാണ്. തന്റെ ഭാര്യയോടൊന്നിച്ച് മഹാനവർകൾ കഴിച്ചുകൂട്ടി. സുബഹി നിസ്കാരം കഴിഞ്ഞ് യുദ്ധഭൂമിയിലേക്ക് പോകാൻ മഹാനവർകൾ തിടുക്കം കാണിച്ചപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, ഒരിത്തിരി സമയം എന്റെ അടുത്ത് നിന്നൂടെ? തലേന്ന് രാത്രി മണിയറ കൂടിയ ഒരു മണവാട്ടിയുടെ ആഗ്രഹമല്ലേ? മഹാനായ ഹംദലത്ത് ഇബ്നു അബൂ ആമിർ മഹാനവർകൾ അവിടെ തന്റെ ഭാര്യയോടുകൂടെ കുറഞ്ഞ സമയം ചെലവ് ചെയ്തു. ആ സമയത്ത് മഹാനവർകളും തന്റെ ഭാര്യയും ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. മഹാനവർ വലിയ അശുദ്ധിക്കാരനായി. ആ വലിയ അശുദ്ധിയിൽ കിടക്കുമ്പോഴാണ് ഉഹദിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാനുള്ള വിളിയാളം വന്നത്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. സിൽസിലത്തുൽ അഹാദീസു സഹീഹയിൽ പുതിയ ആശയക്കാർ മുഴുവനും അംഗീകരിക്കുന്ന നാസറുദ്ദീൻ അൽബാനി വരെ ഈ ഹദീസ്, ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ഹംദലത്ത് എന്ന മഹാൻ വലിയ ശുദ്ധിയോടുകൂടെ ഉഹദിലേക്ക് പോയി. അവിടെ മഹാനവർകൾ ഷഹീദായി കിടക്കുന്നതിലുള്ള ഒരു അസ്വാഭാവികത, എന്തോ ഒരു പ്രത്യേകത കണ്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹംദലത്തിന്റെ വിശേഷങ്ങൾ അന്വേഷിച്ചു. ഹംദലത്തിന്റെ വീട്ടിലേക്ക് ആളുകൾ ചെന്നു. ഭാര്യയോട് ചോദിച്ചു, എടീ നിന്റെ ഭർത്താവിന്റെ അവസ്ഥ എന്താണ്?
ആ മഹദി പറഞ്ഞു ഇന്നഹു ഖറജ ലിമാ സമിഅ ലിഹാഇഹത്തിൻ വഹുവ ജുനുബുൻ. ഉഹദിൽ നിന്നുള്ള വിളിയങ്ങ് കേട്ടപ്പോ ഇറങ്ങി ഓടിയതാണ്. എന്റെ ഭർത്താവ് വലിയ ശുദ്ധിക്കാരനാണ്. ഷഹീദായ ഹൻദലത്ത് എന്നവർ വലിയ ശുദ്ധിക്കാരനാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു ലിദാലിക ഗസലത്തുൽ മലായിക. ഞാനും വിചാരിക്കാണ് എന്തേ ഈ മനുഷ്യന്റെ ശരീരത്തിനൊരു പ്രത്യേകത. അല്ലാഹുവിന്റെ മലക്കുകൾ കുളിപ്പിച്ച് കിടത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൻദലത്ത് എന്ന സഹാബിയെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ ശുദ്ധിക്കാരനായ ഹൻദലത്ത് എന്നവരെ അശുദ്ധിയിൽ നിന്ന് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. അപ്പോ ഈമാനികമായ ഒരാവേശം നമുക്കുണ്ടാവാൻ, ആത്മീയതയിലേക്ക് നാം കടന്നു വരണം. അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും മഹാന്മാരിലേക്കും നമ്മൾ എത്തി നോക്കണം. അവരുടെ പുണ്യങ്ങൾ നാം ഉൾക്കൊള്ളണം. അവരുടെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. ദിക്റിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കണം. അതിനൊക്കെയാവണം. അല്ലാതെ മാസത്തിൽ ഒരു നേരം പോക്കായിട്ട് മാറുകയും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന പ്രാധാന്യം പോലെ ഇതിനും ഒരു പ്രാധാന്യം മാത്രം കൊടുത്തത് കൊണ്ട് കാര്യമാവില്ല. ദിക്റുള്ളയിലേക്ക് നാം മടങ്ങണം. അത് മാത്രമാണ് ജീവിതത്തിൽ നമുക്ക് വിജയം വരിക്കാനുള്ളത്. അല്ലാഹു തആല അത്തരം ദാക്കിര്യങ്ങളിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അള്ളാഹുവിനെയും അവന്റെ തിരു ഹബീബിനെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. എല്ലാവരോടും ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് സമയപരിമിതി കണക്കിലെടുത്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.